സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാഹനത്തിൽ കയറി യാത്ര പുറപ്പെടാൻ മാഷാ അല്ലാഹ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്. സൂറത്തുൽ ഇസ്റാ ആ സംഭവമാണ് വിവരിക്കുന്നത്. ഉറൂജുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോകുന്നത് മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ ഹുവൽ ഇസ്റാഉ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ളതാകുന്ന രാത്രിയുടെ നിശാപ്രയാണം, അതിൻ്റെ പേരാണ് ഇസ്റാ. ആ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ തൊട്ടടുത്തുള്ളതാകുന്ന ഖുബ്ബത്തു സഖറ, പാറയുടെ പുറത്തു നിന്നുള്ള അടുത്ത യാത്ര. ഉറൂജുഹു മിനൽ മസ്ജിദിൽ അഖ്സ ഇലാ മാഷാ അല്ലാഹു ഫൗഖസ് സമാവാതി സബ്ഇ ഹുവൽ മിഅ്റാജു. ഏഴാൻ ആകാശത്തിൻ്റെ പുറത്തേക്ക് അള്ളാഹു ഉദ്ദേശിച്ചതാകുന്ന മഹനീയമായ ഒരു തലത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് കൊണ്ടുപോയ യാത്രയുടെ പേരാണ് മിഅ്റാജ്. രണ്ടും രണ്ട് യാത്രയാണ്. സൂറത്തുൽ ഇസ്രായിൽ നസ്സായി വ്യക്തമായി അള്ളാഹു പഠിപ്പിക്കുന്നത് പവിത്രമായ ഇസ്രായിനെ കുറിച്ചാണ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്ര. ആ യാത്ര സംബന്ധിച്ചവൻ രാത്രിയിൽ കുറഞ്ഞ സമയം കൊണ്ട് 4 മാസത്തെ വഴിദൂരം സെക്കൻഡുകൾ കൊണ്ട് താണ്ടി എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനിന് പിന്നെ അവിടെ നിന്ന് റബ്ബിൻ്റെ സൗദത്തിലേക്ക് പോയി എന്ന് വിശ്വസിക്കാൻ അവന് പിന്നെ ഈമാനിൻ്റെ ആവശ്യമില്ല. അവൻ ഉറപ്പായിട്ടും വിശ്വസിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് ആ കാലയളവിൽ, കാരണം 3-4 മാസമെടുക്കും ദൈർഘ്യം അവിടേക്ക് എത്തിപ്പെടാൻ. അത് വളരെ സെക്കൻഡുകൾ കൊണ്ട് എത്തുകയാണ്. ഖുർആൻ അത് വളരെ വ്യക്തമായി പഠിപ്പിക്കാൻ. ഞാനിപ്പോൾ കൂടുതലായി ഇതിലേക്ക് കടക്കുന്നില്ല, നമ്മൾ ധാരാളം വാളുകളിലൂടെ കേട്ടതാണ്. ഈ രാവിൻ്റെ മഹത്വം മാനിച്ച് മാത്രം ഒന്ന് പറയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂക്തത്തിന്റെ പേര് തന്നെ അള്ളാഹു വെച്ചിട്ടുള്ളത് അൽ ഇസ്റാ. ഇസ്റാ ദിശാപ്രയാണം, രാപ്രയാണം എന്ന് തന്നെയാണ് ഒരു സൂറത്തിന് തന്നെ പേരിട്ടത്. അതിൻ്റെ ആദ്യ ആയത്ത് തന്നെ അതിലേക്കുള്ള വ്യക്തമാക്കി അള്ളാഹു എന്താണ് പറയുന്നത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു. ചുറ്റും മഹത്തുക്കളുടെ മഖാമുകൾ കൊണ്ട്, മസാറുകൾ കൊണ്ട് ബറക്കത്താക്കപ്പെട്ടതാകുന്ന പവിത്രമായ മസ്ജിദുൽ അഖ്സയിലേക്ക്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം തൻ്റെ അടിമയെ നിശാപ്രയാണം നടത്തിയതായ അല്ലാഹു എത്ര പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര നടത്തിയത് അത്ഭുതമാകുന്ന സംഭവമായതുകൊണ്ട് തന്നെ ഖുർആനിൽ അല്ലാഹു പ്രയോഗിച്ചത് അത്ഭുതത്തിന്റെ വചനമാണ്. വചനമാ സുബ്ഹാന. അത്ര പരിശുദ്ധനാണ്, അത്ഭുതത്തിന്റെ വചനം. സുബ്ഹാന അല്ലദീ അസ്റാ ബിഅബ്ദിഹി, തൻ്റെ അടിമയെ രാത്രിയിൽ രാപ്രയാണം നടത്തി. സറാ അസ്റാ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നിശാപ്രയാണം നടത്തുക, രാത്രിയിൽ സഞ്ചരിക്കുക. അതിനാണ് രാത്രിയിൽ നിശാപ്രയാണം നടത്തി. അപ്പോൾ ഇത് നടന്നത് രാത്രിയിൽ തന്നെയാണെന്ന് ഉറപ്പിക്കുന്നു. ഉമ്മഹാനി എന്ന് പറയുന്ന എളാമയുടെ വീട്ടിൽ വിശ്രമിച്ച് കിടന്ന പ്രവാചകരെ വിളിച്ചുണർത്തി നബി തങ്ങളുടെ ഹൃദയം സംസം വെള്ളം കൊണ്ട് മലായിക്കത്തുകൾ കഴുകി അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചുകൊണ്ടുവന്ന് പരിശുദ്ധ കാബയുടെ പരിസരത്തെത്തിച്ച് തവാഫ് ചെയ്യിപ്പിച്ച് നബി തങ്ങൾ അവിടെ നിന്ന് ബുറാഖ് എന്ന കമഹനീയ വാഹനത്തിൽ കൊണ്ടുപോവുകയാണ് മസ്ജിദുൽ അഖ്സയിലേക്ക്. രാത്രി നിന്ന് വളരെ കുറഞ്ഞ സമയം, ലൈലൻ നക്കറയായി പ്രയോഗിച്ചു, കുറഞ്ഞ സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഈ യാത്ര നടന്നിട്ടുള്ളത്. അതും ശരീരത്തോടുകൂടിയാണ്. അതാണ് അബ്ദ് എന്ന പദം പ്രയോഗിച്ചത് എന്ന് മുഫസ്സിരികൾ പറയുന്നു. ഇതൊക്കെ ഉസ്താദുമാർ ഈ സദസ്സിലുള്ളതുകൊണ്ട് ഞാൻ ഓടിച്ചു പറഞ്ഞു പോവാണ്, കാരണം എല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങളാണ്. അബ്ദ് എന്ന വാക്ക് പറയുക ശരീരത്തോടു കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ്. കേവലം ഒരു സ്വപ്നമായിരുന്നെങ്കിൽ അബ്ദ് എന്ന വാക്ക് പറയുമായിരുന്നില്ല. മുഫസ്സിരികൾ അതൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട്. أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى. തൻ്റെ
ദാസൻ നിസ്കരിച്ചുകൊണ്ട് പരിശുദ്ധ കാബയുടെ പരിസരത്ത് സുജൂദിൽ കിടക്കവേ അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലയിട്ട് എന്റെ അടിമയെ നിസ്കാരത്തിൽ നിന്ന് തടസ്സപ്പെടുത്തിയവൻ ആരാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അവൻ ആരാണ്? അവൻ അബൂജഹലല്ലേ? അവനെ കാണുന്നില്ലേ? അവൻ ഈ ലോകത്തെ ഏറ്റവും തിന്മയുടെ വക്താവാണെന്നും വിശുദ്ധമായ ഖുർആൻ. ഇങ്ങനെ പല സ്ഥലങ്ങളിലും അള്ളാഹു ഉപയോഗിച്ചു അബ്ദ്. അബ്ദ് എന്ന് പറഞ്ഞാൽ ശരീരം കൂടി ഉള്ളതാകുന്ന വ്യക്തിക്ക്, ജസദോട് കൂടിയുള്ള വ്യക്തിക്ക് ആ വാക്ക് പറയുള്ളൂ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജാ. ധാരാളം ഉണ്ട് കേട്ടോ, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഡസൻ കണക്കിന് ആയത്തുണ്ട്. അബ്ദ് എന്ന വാക്ക് ശരീരത്തോടു കൂടിയുള്ളതിനെ പറയുള്ളൂ, വേഗം കേവലം റൂഹ് മാത്രമുള്ളതിനല്ല, ശരീരം കൂടിയുള്ളതിന്. അപ്പം നബിതങ്ങൾ ഈ യാത്ര ചെയ്തത് ശരീരത്തോടൊപ്പമായിരുന്നു എന്ന് വന്നു. ഞാനിതൊക്കെ എന്തിനാണ് പറയുന്നത്? ഇന്നും ഈ കാലഘട്ടത്തിലും 2025 വാദിക്കുന്നവരുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിറാജും നടത്തിയിട്ടില്ല, അതൊക്കെ കേവലം ഒരു സ്വപ്നമായിരുന്നു എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അവർക്കുള്ള മറുപടിയാണ്. അന്ന് ആ കാലഘട്ടത്തിൽ അത് പറഞ്ഞിരുന്ന ആളുകൾ 13ഓളം ആളുകൾ സ്വഹാബത്തിൽപ്പെട്ടതാകുന്ന മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വന്നു എന്ന് മുഹമ്മദ് വാദിക്കുന്നുണ്ട് എന്ന് അബൂജഹലും കൂട്ടരും മക്കയിലെ തെരുവിലൂടെ പറഞ്ഞു നടന്നപ്പോൾ മുർത്തദ്ദായി പോയ 13ഓളം സ്വഹാബത്തുണ്ട് എന്ന് മുഫസ്സിരികൾ രേഖപ്പെടുത്താണ്. 13ഓളം ആളുകൾ അവർ മുർത്തദ്ദായി, ഇസ്ലാമിൽ നിന്ന് അവർ പരിപൂർണമായി പുറത്തേക്ക് പോയി. ഞങ്ങൾ അവിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അള്ളാഹുവിനെ കണ്ട് രാത്രിയിൽ തിരിച്ചു വന്നത് എന്തായി പറയുന്നത്? അവൻ മുഹമ്മദ് ഭ്രാന്തനാണെന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. എന്തൊക്കെയോ ഭ്രാന്ത് ഇപ്പോൾ വിളിച്ചു പറയാം. ഒറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിൽ പോയി, അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ തിരുഹദ്റത്തിൽ പോയി നിസ്കാരം എന്ന മഹനവുമായ അമലുമായി വന്നെന്നൊക്കെ വാദിക്കുന്ന ഇവന് തലയ്ക്ക് സുഖമില്ല, ഇന്നക്കല മജ്നൂനൻ എന്ന് പറഞ്ഞവരൊക്കെ മാറി നിന്നു. 13 ആളുകൾ മുർത്തദ്ദായി പോയെന്നാണ്. അത് അക്കാലഘട്ടത്തിൽ ഉണ്ടായത് പിന്നെയും പറയാം. കാരണം എന്താ? ഫ്ലൈറ്റില്ല, മറ്റൊന്നുമില്ല, സെക്കൻഡുകൾക്കുള്ളിൽ എങ്ങനെ പോയി വന്നു എന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ അവർ മാറിയെന്ന് പറയാം. ഇന്ന് ഇക്കാലഘട്ടത്തിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള, ചിന്തിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള, ഉപാധികളുള്ളതാകുന്ന ഈ ഒരു കാലയളവിൽ വിശ്വാസികളാകുന്ന ആളുകളിൽ പോലും ഇത്തരത്തിലുള്ള അബദ്ധജടിലമാകുന്ന വാദങ്ങൾ വരുന്നത് തീർച്ചയായും ഈമാനിൽ വലിയ പിഴവുണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചോ. അബ്ദ് എന്ന പദം ആണ് ഖുർആനിൽ അല്ലാഹു പ്രയോഗിച്ചത്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി. അബ്ദ് എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരം കൊണ്ട് തന്നെ യാത്ര ചെയ്യുന്നതിനെ കുറിച്ചാണ്. ശരീരത്തോടു കൂടിയുള്ളതിനെ അബ്ദ് എന്ന് പറയും. അപ്പോൾ ശരീരത്തോടു കൂടിയായിരുന്നു ആ യാത്ര. യാത്രയിൽ വളരെ കുറഞ്ഞ സമയം എന്നതിലേക്ക് സൂചിപ്പിക്കാനാണ് ലൈലൻ എന്ന് നക്രയായ അല്ലാഹു പ്രയോഗിച്ചത്. വിശാലമായി പറയുന്നില്ല. അതൊക്കെ നിയമങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്ന കേട്ടിരിക്കുന്നവർക്ക് തന്നെ ചിലർക്കും കൂടി രസിക്കൂല. നമുക്കെപ്പോഴും ഇങ്ങനെ വാദം എങ്ങനെയാണല്ലോ, നല്ല കർണാനന്തരമായിരിക്കണം. ഇതിനിടയിൽ ഇങ്ങനെ മസാലകളൊക്കെ പറഞ്ഞു വന്നാൽ ചിലപ്പോൾ അത്ര കൂടി കൊള്ളൂല. അതൊക്കെ ഒരു ക്ലാസ്സാണ്, മറ്റൊരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് അതിനെക്കുറിച്ച് വിശദീകരിക്കുക. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. എന്നാലും ഒരല്പം ഒന്ന് പറയണമല്ലോ. ചില വിഷയങ്ങൾ അല്പം പറയുമ്പോഴാണ് ഹൃദയത്തിൽ ഉറയ്ക്കുക. അതിനുവേണ്ടി ഒരല്പം പറഞ്ഞു എന്ന് മാത്രം. എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്? മിനൽ മസ്ജിദുൽ ഹറാമി. മസ്ജിദുൽ ഹറാമിൽ നിന്ന് പരിശുദ്ധമായ മക്കയിലെ പള്ളിയിൽ നിന്ന് എവിടേക്ക്? ഇലൽ മസ്ജിദുൽ അഖ്സ. ഫലസ്തീനിലെ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം തുടങ്ങി വെച്ച, സുലൈമാൻ നബി അലൈഹിസ്സലാം പൂർത്തീകരിച്ചതാകുന്ന പവിത്രമായ മസ്ജിദുൽ അഖ്സയിലേക്കുള്ളതാകുന്ന യാത്രയാണ്. ആ പള്ളിയുടെ പരിസരത്ത് ധാരാളം മഹത്തുക്കൾ, അംബിയാ മുർസലീങ്ങളടക്കമുള്ള മഹാന്മാരുടെ മഖബറുകൾ കൊണ്ട് അള്ളാഹു ബറക്കത്താക്കിയിട്ടാണ് ബാറക്കിന ഹൗലഹു എന്ന് പറയാൻ കാരണം. അള്ളാഹു അവിടേക്ക് എത്താനും സിയാറത്തിനും നമുക്ക് തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അവിടേക്ക് നബിതങ്ങളെ കൊണ്ടുപോയി. ചുരുക്കി പറയാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നബിതങ്ങൾ അവിടെ എത്തി. ബുറാഖ് എന്ന വാഹനത്തെ കെട്ടിയിട്ടു. ഇന്നും ആ സ്ഥലം നിങ്ങൾക്ക് കാണാം, വാഹനത്തെ ബന്ധിച്ചതാകുന്ന ആ ഭാഗം. നബിതങ്ങൾ പള്ളിക്കകത്ത് കയറി അംബിയാ മുർസലീങ്ങൾക്ക് ഇമാമത്തായി നിസ്കരിച്ചു. അപ്പോൾ നിസ്കാരം അതിനുശേഷമാണ് ഉണ്ടായത്. പിന്നെ എങ്ങനെ നിസ്കരിച്ചു? ആ നിസ്കാരത്തിൻ്റെ കൈഫിയത്ത്, രൂപരേഖകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. മുൻ കഴിഞ്ഞു പോയ അംബിയാ മുർസലീങ്ങൾക്കെല്ലാം നിസ്കാരമുണ്ടായിരുന്നു എന്നുള്ളത് ഖുർആനിൽ തന്നെ ധാരാളം ആയത്തുകൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. നിസ്കാരമുണ്ട്, പക്ഷെ അതിൻ്റെ രൂപം നമുക്കുള്ളതുപോലെ 5 വഖത്തോ അല്ലെങ്കിൽ സുബഹി 2, ളുഹർ 4, അസർ 4 അങ്ങനെ ഒരു ശൈലിയോ രൂപമോ ഒന്നുമില്ല. അവർക്കൊക്കെ നിസ്കാരമുണ്ടായിരുന്നു എന്നുള്ളത് ഖുർആൻ തന്നെ ധാരാളം ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നുണ്ടല്ലോ, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ.
അള്ളാഹു എന്നെയും എൻ്റെ സന്താന പരമ്പരകളെയും നിസ്കാരമുള്ളവരാക്കി തരണേ അല്ലാഹ് ദുആ ചെയ്യുക. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്ത് ഹാജറ ബീവി എന്ന പ്രിയപ്പെട്ട ഭാര്യയെയും മകനാകുന്ന ഇസ്മായിലിനെയും ഉപേക്ഷിച്ചിട്ട് പോകാൻ അള്ളാഹുവിന്റെ കൽപ്പന ഇബ്രാഹിം നബിക്ക് വന്നപ്പോ യാതൊരുവിധ മടിയുമില്ലാതെ റബ്ബിന്റെ കൽപ്പനയെ ശിരസാവഹിച്ചുകൊണ്ട് ഭാര്യയും മകനെയും കഅബയുടെ പരിസരത്ത് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അല്പം വെള്ളവും കാരക്കയും മാത്രമാണ് കൈവശമുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടക്കുന്നത് കാണുമ്പോൾ ഭാര്യയാകുന്ന ഹാജറ ബീവിക്ക് മനസ്സിലായി ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണെന്നുള്ള തിരിച്ചറിവാണ്. പുറകെ ചെന്നുകൊണ്ട് വിളിക്കുകയാണ്, എവിടേക്കാണ് പോകുന്നത്? അവസാനമായി ഹാജറ ബീവി വിളിച്ചു ചോദിക്കുകയാണ്, അല്ലാഹു ആമുറുക യാ ഇബ്രാഹീം, ഇബ്രാഹീമേ അല്ലാഹുവിന്റെ കൽപ്പനയാണോ ഞങ്ങളെ ഈ രീതിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ? റബ്ബിൻ്റെതാകുന്ന കൽപ്പനയാണോ? ഒരു മഞ്ഞും മനുഷ്യനുമില്ലാത്ത, ഒരു വെള്ളം പോലും കിട്ടാത്ത ഈ മരുഭൂമിയിൽ ഒരു കളകൂതരങ്ങൾ പക്ഷിപ്പറവാദികളെ പോലും ഉണ്ടാവാത്ത ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോവുകയാണോ? ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണോ? കൽപ്പനയാണോ? അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി വളരെ ദുഃഖത്തോടുകൂടി ജബൽ അബൂ ഖുബൈസ് മലയുടെ താഴ്വാരത്ത് നിന്നുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാ, റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഅ ഇൻദ ബൈതികൽ മുഹറം. അല്ലാഹുവേ പടച്ച റബ്ബേ, ഒരു കൃഷിക്ക് പോലും അനുയോജ്യമല്ലാത്ത ഒരു മരുഭൂമിയിൽ, യാതൊരുവിധ പഴങ്ങളോ ഫലങ്ങളോ ഇല്ലാത്തതാകുന്ന ഭൂമിയിൽ, ഒരു പക്ഷിപ്പറവാദികൾ കളകൂതനങ്ങൾ പൊഴിക്കാത്ത, ഒരു മനുഷ്യവാസമില്ലാത്ത, ഈ ജലപാനം പോലും കിട്ടാത്തതാകുന്ന ഈ മരുഭൂമിയിൽ, കേവലം ഒരു കഅബയുടെ ഫൗണ്ടേഷൻ മാത്രമുള്ളതാകുന്ന ഈ സ്ഥലത്ത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും മകനെയും നിന്റെ കൽപ്പന പ്രകാരം ഈ ഇബ്രാഹീം ഉപേക്ഷിച്ചിട്ട് പോയാണ്. അല്ലാഹ് റബ്ബനാ ലിയുഖീമുസ്സലാത്ത് ഫജഅൽ അഫ്ഇദതം മിനന്നാസ് തഹ്വീ ഇലൈഹിം വർസുഖ്ഹും മിനസ്സമറാത്ത് ലഅല്ലഹും യശ്കുറൂൻ. ഒരു വിഭാഗം ആളുകളുടെ ഹൃദയത്തെ, കച്ചവട സംഘത്തിന്റെ ഹൃദയത്തെ ഈ പവിത്രമായ കഅബയുടെ പരിസരത്തേക്ക് നീ തിരിക്കണേ അല്ലാഹ്. അവരിവിടെ എത്തുകയും അവരിവിടെ കച്ചവടം ചെയ്ത് ആളുകൾ ഇവിടേക്ക് എത്തിക്കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണേ അല്ലാഹ്. ധാരാളം ഫലഭൂഷ്ടമാകുന്ന നല്ല നല്ല പഴങ്ങൾ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. എന്തിനാണ് ഞാൻ ഇത് നിന്നോട് ചോദിക്കുന്നത്? റബ്ബനാ എന്റെ പ്രിയപ്പെട്ട ഭാര്യയും സന്താനങ്ങളും നിസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അല്ലാഹ്, നിസ്കരിക്കുന്നത് വേണ്ടിയാണ് അല്ലാഹ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും കുടുംബത്തിനുമൊക്കെ നിസ്കാരമുണ്ടായിരുന്നു എന്നുള്ളത് ഖുർആന്റെ ആയത്ത് കൊണ്ട് തന്നെ വ്യക്തമാണ്. നമ്മുടെ നബിക്ക് മാത്രമല്ല നിസ്കാരം. അങ്ങനെ ചിലർ മനസ്സിലാക്കിയിട്ടുണ്ടോ, അപ്പോഴും ഈ നിസ്കാരം വലിയ ബുദ്ധിമുട്ട്. എടാ, ഇത് നേരത്തെയുള്ള എല്ലാവർക്കും ഉണ്ട് ഈ നിസ്കാരം, എല്ലാ അംബിയാ മുർസലീങ്ങൾക്കും ഉണ്ട്. വഅന അഖ്തറുതുക ഫസ്തമിഅ ലിമാ യുഹാ ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുമായി സംസാരിക്കാൻ അവസരം കിട്ടിയ പ്രവാചകനല്ലേ? മൂസാ നബിയെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാ, വഅന അഖ്തറുതുക ഫസ്തമിഅ
ലിമാ യൂഹാ. അല്ലയോ മൂസാ നബിയെ, നിങ്ങളെ നാം പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇന്നനി അനല്ലാഹ്, ഞാനാണ് അല്ലാഹു, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാത്ത ആരാധനക്കർഹൻ മറ്റൊരാളുമില്ല. അതുകൊണ്ട് ഫഅബ്ദുനി, എന്നെ നീ ആരാധിക്കണേ. വഅഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ, എന്നെ സ്മരിക്കാൻ നീ നിസ്കാരം മുറ പോലെ നിർവഹിക്കണേ മൂസാ എന്ന് മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞതായി വിശുദ്ധമായ ഖുർആൻ. അപ്പോൾ മൂസാ നബിക്ക് നിസ്കാരം ഉണ്ടായിരുന്നു, ഖുർആനാണ്. പിന്നെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? ഖാല ഇന്നി അഅ്ബുദുല്ലാഹ് ആതാനിയൽ കിതാബ് വജഅലനി നബിയ്യാ വജഅലനി മുബാറകാ ഐനമാ കുന്തു വഔസാനി بالصلاة والزكاة وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا. തൊട്ടിൽ കടന്നുകൊണ്ട് സംസാരിച്ചതാകുന്ന 4 പേരിൽ പ്രമുഖനല്ലേ സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. മറിയം ബി വന്നുകൊണ്ട്, ആളുകൾ വന്നുകൊണ്ട് കുറ്റപ്പെടുത്തിയപ്പോ തൊട്ടിൽ കിടക്കുന്ന കുട്ടിയെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആ കുട്ടി പറയും മറുപടി എന്ന അർത്ഥത്തിൽ മറിയം ബി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയതാ സംസാരിക്കുകയാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഉറക്കെ പറയുകയാണ്, ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ, എനിക്കാണ് അല്ലാഹു പവിത്രമായ ഗ്രന്ഥം നൽകിയിട്ടുള്ളത്. എന്നെ അല്ലാഹു പ്രവാചകനാക്കിയിരിക്കുകയാണ്. വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എന്ത് തൊട്ടാലും എന്തിൽ തടവിയാലും അതൊക്കെ ബറക്കത്തുള്ളതാകുന്ന വസ്തുവാണ്. ഉബരിഹുൽ അക്ബഹ വൽ അബ്റസ ബിഇദ്നില്ലാഹ്, കുഷ്ഠരോഗം ബാധിച്ചവരെ, പാണ്ട് ബാധിച്ചവരെ തടവിയാൽ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഒന്ന് തടവിയാൽ പരിപൂർണമായ ശിഫയാണ്. വഉഹിയൽ മൗതാ ബിഇദ്നില്ലാഹ്, ചത്ത് ശവമായി കിടക്കുന്നവന്റെ ചാരത്ത് വന്നുകൊണ്ട് എഴുന്നേൽക്കടാ റബ്ബിന്റെ അനുമതിയോടുകൂടി എന്ന് പറഞ്ഞാൽ അവൻ ചാടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഈസാ നബിക്ക് അല്ലാഹു കൊടുത്ത പവറല്ലേ, എന്റെ കൈക്ക് അല്ലാഹു നൽകിയ ബറക്കത്താണെന്ന് ഈസാ നബി അലൈഹിസ്സലാം. തീർന്നില്ല. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്ത്, ജീവിച്ചിരിക്കുന്ന കാലമത്രയും സകാത്ത് കൊണ്ടും നിസ്കാരം കൊണ്ടും അല്ലാഹു എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഈസാ നബി അലൈഹിസ്സലാം. നിസ്കാരം കൊണ്ട് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹു. അപ്പൊ ഈസാ നബിക്ക് എന്തുണ്ട്? നിസ്കാരമുണ്ട്. ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരും ഓതി പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. യൂട്യൂബിലുണ്ട്, നിങ്ങൾ സമയം പോലെ കേട്ടോളൂ. നിസ്കാരം എന്ന് പറഞ്ഞ വിഷയം തന്നെ യൂട്യൂബിലുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് അതൊന്നും ഇപ്പോൾ ഓടി പറയുന്നില്ല. അംബിയാ മുർസലീങ്ങൾക്കെല്ലാം നിസ്കാരം ഉണ്ടായിരുന്നു. ഒരാളെയും ഒഴിവാക്കാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് മാത്രമുള്ള പ്രത്യേകതയല്ല, എല്ലാ അമ്പിയാക്കൾക്കും ഉണ്ട് നിസ്കാരം. ആ നിസ്കാരത്തിന്റെ കൈഫിയത്ത്, രൂപരേഖ നമുക്ക് വ്യക്തമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർക്ക് ഇമാമത്തായി നിസ്കരിച്ചു മസ്ജിദുൽ അഖ്സയിൽ എന്നുള്ളത് ഹദീസിൽ നിന്ന് വ്യക്തമാണ്. മാഷാ അല്ലാഹ്, നിസ്കാരം കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 2 പാത്രം, ഒരു പാത്രം നിറച്ച് നല്ല പാല്, മറ്റൊരു പാത്രം നിറച്ച് കള്ള് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഫഖ്തർത്തുൽ ലബന, ഞാൻ പാലിനെ തിരഞ്ഞെടുത്തു. പാല് വാങ്ങി ബിസ്മില്ലാഹ് നല്ല റാഹത്തായിട്ട് കുടിച്ചു.
മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, വലൗ ഇഖ്തറത്തൽ ഖംറ ഗവതു ഉമ്മതുക യാ റസൂലല്ലാഹ്, തങ്ങളെങ്ങാണം കള്ളാണ് തിരഞ്ഞെടുത്തിരുന്നതെങ്കിൽ തങ്ങളുടെ ഉമ്മത്ത് മുഴുവനും പിഴച്ചു പോയേനെ, ഉമ്മത്ത് മുഴുവനും പിഴച്ചു പോയേനെ. അഊദു ബില്ലാഹി, അല്ലാഹു കാക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാലാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണല്ലോ പാല് എല്ലാം ഉള്ളതാകുന്ന വളരെ മനോഹരമായ ഭക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ലോകത്ത് ഏത് ഭക്ഷണം കിട്ടിയാലും അല്ലാഹുമ്മ ർസുഖ് ലനാ ഖൈറൻ മിൻ തുആമി ഹാദാ, ഇതിനേക്കാൾ ഉത്തമമായി ഇത് നൽകണേ എന്ന് ദുആ ചെയ്യണം. എന്നാൽ പാല് മാത്രം കുടിക്കുമ്പോൾ അല്ലാഹുമ്മ സിദ് ഹാദാ, ഇത് വർദ്ധിപ്പിക്കണേ എന്ന് ദുആ ചെയ്യണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്ന് ശാസ്ത്രം പറയുന്നു എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള നല്ല ഒരു ഭക്ഷണം ഏതാണ്? അഞ്ചാവോ? ഏതാണ്? പാലാണ്. എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള നല്ല ഭക്ഷണം ഏതാണ്? പാലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിക്കുക. 1400 കൊല്ലം മുമ്പ് എന്ത് പാല് കുടിച്ചവൻ എന്ത് ദുആ ഇറക്കണം? അല്ലാഹുമ്മ സിദ് ഹാദാ, ഇത് നീ വർദ്ധിപ്പിക്കണേ എന്ന് ദുആ ഇറക്കണം. അതല്ലാത്തത് എന്ത് കഴിച്ചാലും ഇതിനേക്കാൾ ഹൈറായത് എനിക്ക് തരണേ എന്ന് ദുആ ഇറക്കണം. മട്ടൻ മന്തി അടിച്ചാൽ പോലും ഇതിനേക്കാൾ ഹൈറായത് തരണേ എന്ന് ദുആ ഇറക്കണം. അങ്ങനെയാണ്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. അതാ അതിന് പറയുന്ന സമയമില്ല, പറഞ്ഞു പോകണ്ടേ, വേഗം പറയാം. ശ്രദ്ധിക്കുന്നുണ്ടോ? കുറച്ചുകൂടെ ഇരിക്കൂലേ? ഒരു അരമണിക്കൂർ ഇരിക്കൂലേ? ഇന്ന് കൈയുറത്തേക്ക് എത്ര പേര് ഇരിക്കും നോക്കട്ടെ. ബിസ്മില്ലാ. മാഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് നീട്ടൂല, ആറോ നോമ്പൊക്കെ പിടിച്ച് നിങ്ങൾ ക്ഷീണിച്ച് ഇനി അല്പം ഒന്ന് വിശ്രമിച്ചാൽ മതി. അങ്ങനെ ആളുകളുണ്ടാവും, അതുകൊണ്ട് ഒരുപാട് നീട്ടുന്നില്ല. കാര്യം പറഞ്ഞ് മാത്രം പോവാൻ ശരിക്കും ശ്രദ്ധിക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്ല് തിരഞ്ഞെടുക്കാതെ പാലിനെ തിരഞ്ഞെടുത്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറഞ്ഞതാകുന്ന ഡയലോഗാണ്, വലൗ ഖതറത്തൽ ഖംറ ഗവതു ഉമ്മതുക യാ റസൂലല്ലാഹ്, തങ്ങളെങ്ങാണം കള്ളാണ് തിരഞ്ഞെടുത്തിരുന്നത് എങ്കിൽ, പാലിന് പകരം കള്ളാണ് വാങ്ങിയിരുന്നത് എങ്കിൽ തങ്ങളുടെ സമുദായം മുഴുവനും പിഴച്ചു പോയേനെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി യാത്ര തുടരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ ഒരുപാട് പാഠമുണ്ട് ഇതിനകത്തൊക്കെ. കാരണം ഈ യാത്ര നടക്കുന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ദുഃഖത്തിന്റെ പിന്നിലുള്ള സംഭവമാണ്. ഹിജറയുടെ 10-ാം വർഷം നബിതങ്ങൾക്ക് 49 വയസ്സും 6 മാസവും പ്രായമുള്ള സമയത്താണ് നബിതങ്ങൾക്ക് കുടുംബത്തിൽ 2 മരണമുണ്ടാകുന്നത്. ഒന്ന് റമദാൻ 12-ന് പിതൃവ്യൻ അബൂ താലിബിൻ്റെത്, 3 ദിവസം കഴിഞ്ഞു റമദാൻ 15-ന് ബീബി ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്വന്തം ഭാര്യ. ഒന്ന് പരോക്ഷമായുള്ള ശത്രുക്കളിൽ നിന്ന് തടയിടുന്നതാകുന്ന വ്യക്തിയായിരുന്നു പിതൃവ്യൻ അബൂ താലിബ്. വാപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ട വ്യക്തിയാണല്ലോ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അനാഥ ബാലനായിരുന്നു. നബിതങ്ങളെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തത് കുടുംബക്കാരാൻ. പിതൃവ്യനാകുന്ന അബൂ താലിബ് വലിയ സംരക്ഷണം, ശത്രുക്കളിൽ നിന്ന് വലിയ സംരക്ഷണം നൽകിയിരുന്ന വ്യക്തിയാണ്, പരോക്ഷമായുള്ള ശത്രുക്കളിൽ നിന്ന്. എന്നാൽ കുടുംബത്തിലും അല്ലാതെയും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാ നിലയ്ക്കും സഹായിച്ചിരുന്ന പ്രിയപ്പെട്ട ഭാര്യ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ 3 ദിവസം കഴിഞ്ഞപ്പോൾ റമദാൻ 15-ന് വഫാത്തായി. അടുത്തിടെ തന്നെ 2 മരണം. ഒരു കുടുംബത്തിൽ നമ്മുടെ ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ ഭാര്യ മരിച്ചു, തൊട്ടടുത്ത് തന്നെ വാപ്പയോ ഉമ്മയോ ആരെങ്കിലും കൂടി മരിച്ചാൽ നമുക്കുണ്ടാകുന്ന വേദന പറയാൻ പറ്റൂല, വല്ലാത്ത വിഷമമായിരിക്കും ഏതു വ്യക്തിക്കും. അതുകൊണ്ടാണ് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നാണ് ആ വർഷത്തെ അറിയപ്പെട്ടിരുന്നത്. കാരണം എന്താ? വല്ലാത്തൊരു മാനസികമായ വിഷമത്തിലേക്ക് നബിതങ്ങൾ പോയി. ഹിജറയുടെ 10-ാം വർഷമാണ്. 49 വയസ്സും 6 മാസവും എത്തി നിൽക്കുന്ന സമയമാണ്. 50-ാമത്തെ വയസ്സിലേക്ക് കാലൂന്നി നിൽക്കുന്ന സമയമാണ്. 25 വർഷം തൻ്റെ ജീവിതസഖിയായി താങ്ങായി തണലായി വർത്തിച്ചിരുന്ന പ്രിയപ്പെട്ട ഭാര്യ പോയി. തന്നെ സാമ്പത്തികമായി സഹായിച്ചവർ, എല്ലാമായി മാനസികമായി പിരിമുറുക്കമുണ്ടായിരുന്ന, പലപ്പോഴും പല സമയങ്ങളിലും തനിക്ക് എല്ലാവിധ സഹായവും നൽകിയിരുന്നവർ, അവർ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി. നബിക്ക് വല്ലാത്ത വിഷമമായി പോയി. അങ്ങനെ നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത വർഷം റജബ് മാസം 27-ാം രാവിൽ നബിതങ്ങളെ ഒരു ടൂർ കൊണ്ടുപോകുന്നത്. ടൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നത് പോലെ ബീച്ച് റോഡിൽ പോയി കോവളത്തിലോ അല്ലെങ്കിൽ വർക്കല ബീച്ചിലോ കോഴിക്കോട് ബീച്ചിലോ നിക്കറിട്ടുകൊണ്ട് കിടക്കുന്നതാകുന്ന ബൊർമൂട ഇട്ടുകൊണ്ട് കിടക്കുന്ന പരിപാടിയല്ല. ഇത് നല്ലൊരു ടൂർ പാക്കേജ്. ആരെ കാണിക്കാൻ കൊണ്ടുപോകാൻ? അള്ളാഹുവിനെ കാണിക്കാൻ അള്ളാഹ് തന്നെ തീരുമാനിക്കാൻ. ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായ ജഗന്യന്താവായ അള്ളാഹുവിനെ കൊണ്ടുപോകാൻ. ആ കൊണ്ടുപോകുന്ന കാണിക്കുന്ന മുമ്പ് നല്ല യാത്രകളാണ്. ഒരു യാത്രയാകുമ്പോൾ ആ യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ളതാകുന്ന ഔലിയാക്കളുടെ മസാറുകൾ സന്ദർശിക്കല്ലേ? നമ്മൾ പോലില്ലേ? നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ ഉംറയ്ക്ക് പോകുമ്പോൾ തൊട്ടടുത്തുള്ള മക്കാമുകൾ, അതാണ് ഇപ്പോൾ നടക്കുന്നത്. കാബയുടെ പരിസരത്ത് പോയി തവാഫ് ചെയ്തു. അവിടെ നിന്നിട്ട് യാത്ര പോകാൻ നല്ല വണ്ടിയായിരിക്കണം, നല്ല ഫസ്റ്റ് ക്വാളിറ്റിയുള്ള വണ്ടി, വഴി കിടക്കുന്ന വണ്ടിയാകരുത്. അത് നല്ല ബുറാക്ക് പോലത്തെ നല്ല വണ്ടിയാണ്. ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെയാണ് നബിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ, നബിയുടെ വാക്കും നബിയുടെ ജീവിതമൊക്കെ പറഞ്ഞാൽ മൂജസാൻ, കുറഞ്ഞ വാക്ക് കുറഞ്ഞ ജീവിതം വിശാലമാകുന്ന തലത്തിലേക്ക് സൂചിപ്പിക്കുന്നതാകുന്ന മഹനീയമായ ചിന്ത നൽകുന്നതായ നല്ല യാത്രയാണ്. പരിശുദ്ധ മഖ്സൂദുൽ അഖ്സയിലെത്തി.
നല്ല അല്പം ദൂരെയുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ അവിടെ ചെന്നു. ആ യാത്രവേളയിലും നിസ്കാരം മുടക്കരുത്. എത്ര വലിയ യാത്രയായിരുന്നാലും, ഏത് സിയാറത്തായിരുന്നാലും, എവിടെ പോയാലും, ഏത് മക്കാമ് സിയാറത്തിന് വേണ്ടി പോയിരുന്നാലും എന്ത് പാടില്ല? നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. അതുകൊണ്ട് നിസ്കാരം കറക്റ്റായി നിർവഹിക്കുന്നു. അവിടെ നിസ്കാരം അമ്പിയാ മുർസലീങ്ങൾക്ക് നേതൃത്വം കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ യാത്ര മാത്രം പോരാ, അതിനിടയ്ക്ക് ഭക്ഷണം പോലും കൊടുക്കാതെ വണ്ടിയുടെ ചില്ലെല്ലാം അടച്ചിട്ടിട്ട് ഒറ്റ പോക്കാണ്. ചില ആളുകൾ അങ്ങനെയുണ്ട്. ഇവിടുന്ന് വണ്ടി വിട്ടാൽ പിന്നെ തിരുവനന്തപുരത്തെ വണ്ടി സ്റ്റോപ്പ് ചെയ്യുള്ളൂ. പെണ്ണുങ്ങളെല്ലാം അതിനകത്ത് കിടന്ന് കരഞ്ഞാലും പച്ചവെള്ളം കൊടുക്കത്തില്ല. അങ്ങനത്തെ ചില യാത്ര അത് പാടില്ല. അപ്പോൾ ഇടയ്ക്ക് നല്ല നിർത്തിയിട്ട് നല്ല ഫ്രഷ് ജ്യൂസുകളൊക്കെ കൊടുക്കുക. അപ്പോൾ അതാണ് നല്ല പാല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ, ഇതൊക്കെയാണ് യാത്ര. അതാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിനൊന്നും മനസ്സിലാക്കാൻ പറ്റും. നല്ല പാല് കുടിക്കുക. ഇനി യാത്ര ഇപ്പോൾ ഒരു റീഫ്രഷായി, റാഹത്തായി, നിസ്കാരമൊക്കെ കഴിഞ്ഞു, നല്ല റാഹത്തായി. ഇനി അടുത്തൊരു യാത്ര വീണ്ടും കളമൊരുക്കാൻ. വഉറൂജുഹു മിനൽ മസ്ജിദിൽ അഖ്സ ഇലാ മാഷാ അല്ലാഹു ഫൗഖ സമാവാതി സബ്ഇ ഹുവൽ മിഅറാജു. പരിശുദ്ധമാക്കപ്പെട്ട 7 ആകാശങ്ങൾക്കപ്പുറം അള്ളാഹു ഉദ്ദേശിച്ച ഒരു തലത്തിലേക്ക് നബിതങ്ങളെ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് കൊണ്ടുപോകുന്ന ആ യാത്രയുടെ പേരാണ് മിഅറാജ്. അതാണ് ഇനി പോകുന്ന യാത്ര. മാഷാ അല്ലാഹ്, അതാണ് വലിയ യാത്ര. ആ യാത്രയിലാണ് നിസ്കാരം എന്ന് പറയുന്ന മഹനീയമായ അമൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബിക്ക് സമ്മാനിക്കുന്നത്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയാണ് പരിശുദ്ധമാക്കപ്പെട്ട ബുറാഖ് എന്ന കമനീയ വാഹനത്തിൽ നബി തങ്ങൾ കയറിയിരുന്നു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ഇതാ യാത്ര പോയാണ്. അത് ഗൈഡ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്ന ജിബ്രീലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അത് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. 1-ാം ആകാശത്തിന്റെ ചുവട്ടിലേക്കുള്ള യാത്രയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, മാ ഫിസ് സമാഇ മൗളിഉ ഖദമിൻ ഇല്ലാ വഫീഹാ മലായിക. ആകാശ ലോകത്തൊരു ചവിട്ടടി വെക്കാനുള്ള സ്ഥലമില്ല സാബ. അവിടെയൊക്കെ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്, അവിടെയൊക്കെ മലക്കുകളുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. 7 ആകാശങ്ങളും തിങ്ങി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മലക്കുകളാണ്. ഭൂമിയിൽ നിന്ന് 1-ാം ആകാശത്തേക്കുള്ള യാത്രയിൽ തന്നെ ഓരോ ചവിട്ടടികളും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മാ ഫിസ് സമാഇ മൗളിഉ ഖദമിൻ ഇല്ലാ വഫീഹാ മലായിക. ഓരോ ചവിട്ടടിയിലും മലക്കുകളുടെ സാന്നിധ്യമാണ്. ഓരോ ചവിട്ടടിയിലും മലക്കുകളാണ്. അല്ലാഹുവിന്റെ റസൂൽ ബറാഖ് എന്ന കമനീയമാകുന്ന വാഹനത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമുമായി വേഗത്തിൽ യാത്ര തിരിക്കുകയാ. 1-ാം ആകാശത്തിന്റെ ചുവട്ടിലെത്തുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന കവാടം തുറക്കാൻ വേണ്ടി തേടുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ 1-ാം ആകാശത്തിന്റെ മുകൾ തട്ടിൽ നിന്ന് ചോദ്യം വരുകയാണ്, മൻ അന്ത, ആരാണ് നീ? അന ജിബ്രീലു, ഞാൻ ജിബ്രീലാണെന്ന് മറുപടി നൽകിയപ്പോ, വമമ്മഅക, നിന്റെ കൂടെ ആരാണ്? എന്റെ കൂടെയുള്ളത് ഹാദാ മുഹമ്മദുൻ, മുഹമ്മദ് എന്ന പ്രവാചകരാണ് എന്ന് പറഞ്ഞപ്പോ, അബൂ ഇസ്മാഈലി, അവരിലേക്കാണോ നിന്നെ നിയോഗിക്കപ്പെട്ടത് എന്ന് അടുത്ത ചോദ്യം വരുകയാണ്. നഅം എന്ന് മറുപടി കൊടുത്തപ്പോ 1-ാം ആകാശത്തിന്റെ കവാടം മലർക്കെ തുറക്കുകയാണ്. ഫൈദം ബി ആദമ, മഹാനായ ആദം നബി അലൈഹിസ്സലാം 1-ാം ആകാശത്ത് കാത്തു നിൽക്കുകയാണ്. വല്ലുപ്പൈത മകനെ സമ്മതത്തോടുകൂടി വലിയതാകുന്ന ആശീർവാദത്തോടുകൂടി അനയിക്കുകയാണ്. മർഹബാ ബിന്നബി സ്വാലിഹ് വൽ ഇബ്നി സ്വാലിഹ്. പ്രിയപ്പെട്ട പൊന്നുമോനെ, നിനക്ക് സ്വാഗതമാണ്. കടന്നു വരുക. പ്രഥമ പ്രവാചകനല്ലേ, പ്രഥമ മനുഷ്യനല്ലേ ആദം നബി അലൈഹിസ്സലാം സ്വാഗതം അരുളുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷത്തോടുകൂടി സ്വർഗത്തിലേക്ക് ആനയിക്കുകയാണ്. ആകാശ ലോകത്തേക്ക് കയറ്റുകയാ. 1-ാം ആകാശത്തിന്റെ മുകളിലേക്ക് കയറി നബി തങ്ങൾ വീണ്ടും ഇതാ യാത്ര തിരിക്കുകയാണ്. ഓരോ ആകാശങ്ങളിലും വിവിധങ്ങളാകുന്ന കാഴ്ചകളുണ്ട്. ഞാൻ ചുരുക്കി വിവരിക്കട്ടെ. 2-ാം ആകാശത്തിന്റെ ചുവട്ടിലേക്ക് എത്തുകയാണ്. വീണ്ടും വാതിലുകൾ തുറക്കപ്പെടാൻ ആവശ്യപ്പെടുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നു, മറുപടികൾ നൽകപ്പെടുന്നു. വാതിൽ തുറക്കപ്പെടുന്നു. ഫൈദം ബി ഈസാ വ യഹ്യാ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാമും യഹ്യാ നബി അലൈഹിസ്സലാമും കാത്തു നിൽക്കുകയാണ്. അതാ വാതിൽ തുറക്കുമ്പോ 2 പേരും സ്വാഗതം അരുളുകയാണ്. മർഹബാ ബിന്നബി സ്വാലിഹ് വൽ അഖി സ്വാലിഹ്.
സാലിഹ്. പ്രവാചകത്വത്തിൽ സോദരനാകുന്ന നബിയേ, നബിയേ കടന്നു വരുക ഹബീബേ, കടന്നു വരുക ഹബീബേ. ലോകത്തിന്ന് വരെ ഒരു മനുഷ്യനോ സാധ്യമാകാത്ത, ഒരു പ്രവാചകനും കടന്നു ചെല്ലാത്ത, ഒരു വ്യക്തിക്കും എത്തിപ്പെടാത്തതാകുന്ന തലത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ ഇതാ ചൈത്രയാത്ര തുടരുകയാ. മൂന്നാമത്തതാകുന്ന സ്വർഗത്തിന്റെ താഴ്ഭാഗത്തെത്തി വാതിൽ തുറക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്ന മറുപടികൾ നൽകപ്പെടുന്നു. ഞാൻ ജിബ്രീലാണ്, എൻ്റെ കൂടെയുള്ളത് മുഹമ്മദാണ്, അദ്ദേഹത്തിലേക്കാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് എന്ന് പറയപ്പെടുമ്പോൾ തന്നെ വാതിൽ തുറക്കപ്പെടുകയാണ്. പ്രവാചകനാകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം കാത്തു നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ സ്വാഗതം അരുളുകയാണ്. നബി തങ്ങൾക്ക് എന്തെന്നില്ലാത്ത ആനന്ദമാണ്. കാരണം ഈ യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു സാദാസീത വ്യക്തിയല്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ പോലും സ്വഹാബത്തിനോട് പറഞ്ഞില്ലയോ, അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ബിൻ യാഖൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം. മാന്യന്റെ മകൻ, മാന്യന്റെ മകൻ, മാന്യന്റെ മകനാണ് യൂസുഫ്. ഇബ്രാഹിമിന്റെ മകൻ, ഇസ്ഹാഖിന്റെ മകൻ, യാഖൂബിന്റെ മകനാണ് യൂസുഫ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പോലും പുകഴ്ത്തി പറഞ്ഞതാകുന്ന സ്വഹാബിയായ യൂസുഫ്, മഹാനായ പ്രവാചകനാകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ സ്വാഗതം അരുളുകയാ. മർഹബാ ബിന്നബി സ്വാലിഹ് വൽ അഖി സ്വാലിഹ്. പ്രവാചകത്വത്തിൽ സഹോദരനാകുന്ന നബിയെ കടന്നു വരുക ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ഇതാ യാത്ര തിരിക്കുകയാണ്. നാലാമത്തതാകുന്ന കവാടത്തിന്റെ ചുവട്ടിലെത്തുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, മറുപടികൾ നൽകപ്പെടുകയാണ്, വാതിലുകൾ തുറക്കപ്പെടുകയാണ്. ഇദ്രീസ് അലൈഹിസ്സലാം, മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം കാത്തു നിൽക്കുകയാണ്. മർഹബാ ബിന്നബി സ്വാലിഹ് വൽ അഖി സ്വാലിഹ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്വാഗതം അരുളുകയാണ്. വീണ്ടും ഇതാ പ്രവാചകൻ യാത്ര തിരിക്കുകയാണ്. ബുറാഖ് എന്ന കമനീയ വാഹനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അതിശീഘ്ര വേഗതയിൽ ആകാശങ്ങൾ താണ്ടുകയാണ്. അഞ്ചാം ആകാശത്തിന്റെ ചുവട്ടിലേക്ക് എത്തി. ചോദ്യങ്ങൾ ചോദിച്ചു വാതിലുകൾ തുറക്കപ്പെടുന്നു. അതാ വാതിൽ തുറന്നു നോക്കുമ്പോ ഹാറൂൻ അലൈഹിസ്സലാം, മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ ജ്യേഷ്ഠ സഹോദരനാകുന്ന ഹാറൂൻ നബി അലൈഹിസ്സലാം കാത്തു നിൽക്കുകയാണ്. മർഹബാ ബിന്നബി സ്വാലിഹ് വൽ അഖി സ്വാലിഹ്. പ്രവാചകത്തിൽ സഹോദരനാകുന്ന മുഹമ്മദ് നബിയെ കടന്നു വരുക ഹബീബേ. അല്ലാഹുവിന്റെ റസൂലിന് സ്വാഗതമാണ്, സ്വാഗതമാണ്. 7 ആകാശങ്ങളിലും അല്ലാഹു സ്വാഗതമോദാൻ അംബിയാ മുർസലീങ്ങളെ തർത്തീബായി നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ അംബിയാക്കളെ മുഴുവനും ഇതാ അല്പസമയത്തിന് മുമ്പ് മസ്ജിദുൽ അഖ്സയിലെ നമസ്കാരത്തിന് കണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ചേർത്ത് നിർത്തി ഇമാമത്ത് നിർവഹിച്ചിട്ട് ആകാശ ലോകത്തേക്ക് കയറുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ നബിതങ്ങളെ സ്വാഗതം അരുളാൻ ആ പ്രവാചകർ മുഴുവനും എത്തിയിട്ടുണ്ട്. വല്ലാത്ത അത്ഭുതമാണ്, അത്ഭുതമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് റഅയ്തു മൂസാ ഫീ ഖബരിഹി യുസല്ലി ഫീ ഖബരിഹി. മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനെ ഞാൻ ഇതാ ഖബറിൽ നിസ്കരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ മസ്ജിദുൽ അഖ്സയിൽ കണ്ടു അത്രേ. വീണ്ടും ഇതാ നബിതങ്ങൾ ആകാശരോഹണം നടത്തുകയാണ്. 6 ആകാശത്തിന്റെ ചുവട്ടിൽ വാതിൽ തുറക്കാൻ പറയുകയാണ്. വാതിൽ തുറക്കുമ്പോൾ കാവലായി അവിടെ ഇതാ സ്വാഗതം അരുളിക്കൊണ്ട് നിൽക്കുന്നത് മൂസാ അലൈഹിസ്സലാം, കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമാണ്. മർഹബാ ബിന്നബി സ്വാലിഹ് വൽ അഖി സ്വാലിഹ്. പ്രവാചകത്വത്തിൽ സഹോദരനാകുന്ന നബിയേ, നബിയേ സ്വാഗതമാണ്, സ്വാഗതമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്വാഗതം അരുളിക്കൊണ്ട് പരിശുദ്ധരാകുന്ന അമ്പിയാക്കൾ നബിതങ്ങളെ ആനയിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് ഇന്ന് വരെ സാധിക്കാത്തതായ വലിയ നേട്ടം ഇതാ റസൂലുള്ള കൊയ്തെടുക്കാൻ പോകുകയാ. തൂര് സീനാ പർവ്വതത്തിൽ വെച്ചുകൊണ്ട് പല പ്രാവശ്യവും അല്ലാഹുമായിട്ട് നേരിട്ട് സംസാരിച്ച വ്യക്തിയാണ്.
ഒരു വട്ടം പോലും അള്ളാഹുവിനെ കാണാൻ സാധിച്ചിട്ടില്ല. പലപ്പോഴും പടച്ചറപ്പിനോട് ചോദിച്ച് അവസാനം പറ്റില്ല മൂസ എന്ന് അള്ളാഹു പറഞ്ഞിട്ട് പോലും നിർബന്ധ നിമിത്തമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിക്കാൻ തീരുമാനിക്കുന്നു. അള്ളാഹുവിൻ്റെ കോടാനുകോടി പ്രകാശത്തിൽ നിന്ന് ഒരു ചെറിയതാകുന്ന പ്രകാശത്തിന്റെ ഒരു കഷ്ണം തൂരി സീനാ പർവ്വതത്തിലേക്ക് നൽകിയപ്പോ മൂസ തൂരി സീനാ പർവ്വതം പൊട്ടുകയാണ്. ബഹുമാനപ്പെട്ടതാകുന്ന മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീഴുകയാണ്. അത് പരിപൂർണമായി കത്തിച്ചാമ്പലാകുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അന്നാണ് തിരിച്ചറിഞ്ഞത് നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്മേൽ പ്രകാശമാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫിഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور نور على نور نور على نور പ്രകാശത്തിന്മേൽ പ്രകാശമാണ്. പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയാകുന്ന കോടാനുകോടിയിൽ നിന്ന് 1000-ൽ അംശം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പരിപൂർണമായ നിലയിൽ തൂരി സീനാ പർവ്വതത്തിലേക്ക് ഒരു ചെറിയ ശോണിമ നൽകിയപ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീഴുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് പോലും അല്ലാഹുവിനെ കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമും സ്വാഗതം അരുളുകയാണ്. മർഹബാ ബിന്നബി സ്വാലിഹ് വൽ അഖി സ്വാലിഹ്, പ്രവാചകത്വത്തിൽ സഹോദരനാകുന്ന മുഹമ്മദ് നബിയെ കടന്നു വന്നാലും റസൂലേ അത്ഭുതമാണ്. അല്ലാഹുവിന്റെ റസൂല് വീണ്ടും ഇതാ യാത്ര തിരിക്കുകയാണ്. 7 ആകാശത്തിന്റെ ചുവട്ടിലേക്ക് എത്തി. ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ജിബ്രീലാണെന്ന് മറുപടി കൊടുക്കുന്നു. നിന്റെ കൂടെയുള്ളത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇത് കാരുണ്യത്തിന്റെ പ്രവാചകനാണെന്ന് മറുപടി നൽകുന്നു. അദ്ദേഹത്തിലേക്കാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് മറുപടി നൽകുകയാണ്. വാതിൽ തുറക്കപ്പെടുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം അബുൽ അംബിയ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന പ്രവാചകന് പ്രിയപ്പെട്ടതാകുന്ന വല്യപ്പ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് പ്രിയപ്പെട്ടതാകുന്ന പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണുകയാണ്. മർഹബാ ബിന്നബി സ്വാലിഹ് വൽ ഇബ്നി സ്വാലിഹ്, സ്വാഗതമാണ് പൊന്നുമോനെ, കടന്നു വരിക. ഇസ്മായിൽ എന്ന പൊന്നുമോന്റെ പരമ്പരയിൽ ലോകത്തേക്ക് കടന്നു വന്ന മുത്തല്ലേ, പ്രവാചകരല്ലേ, മുഹമ്മദല്ലേ, കടന്നു വരുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീണ്ടും ഇതാ ആനയിക്കുകയാണ്. 7 ആകാശങ്ങളിൽ തർത്തീബ് ചെയ്ത് അമ്പിയാക്കളെ നിർത്തുകയാണ്. കോടാനുകോടി മലായികത്തുകൾ ആശീർവാദത്തോടുകൂടി 7 ആകാശങ്ങൾക്കപ്പുറം അലമുൽ ജബറൂത്തും മലകൂത്തും നാസൂത്തും താണ്ടി ഹത്താ ലി ബഹലിൻ നൂരി ജിബ്രീലും വഖഫ് ഫീ ശദ്ദിഹി റുഅബൻ ഫവദ്ദഅഹാ ഹതഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി പ്രകാശത്തിൻ്റെതാകുന്ന തീശാദ്വര തീരത്തേക്ക് എത്തിയപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നിൽക്കുകയാണ്. നബിയേ ഇനി അങ്ങോട്ട് വരൽ എനിക്ക് പ്രയാസമാണ്. എൻ്റെ ചിറകുകൾ കരിയാൻ കാരണമാണ്. എൻ്റെ ജീവന്റെ ഭീഷണിയാണ്. ഇനി അങ്ങോട്ട് എത്തിപ്പെടാനുള്ള സാഹചര്യം എനിക്കില്ല റസൂലേ. തങ്ങൾ പോയാലും ഹബീബേ
ഒരിക്കലും ഭയക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ തങ്ങൾക്കുണ്ടായിട്ടുള്ള മാനസികമാകുന്ന വിഷമങ്ങളിൽ, ദുഃഖങ്ങളിൽ പങ്കാളിയായി പടച്ചറപ്പിതാ തങ്ങളെ കാണാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വരികയാണ്. ഏറ്റവും മനോഹരമാകുന്ന ഒരു പാക്കേജാണ് അല്ലാഹു നൽകിയിരിക്കുന്നത്. ലാ തഖഫ്, തങ്ങൾ പേടിക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ, എന്നെന്നും നിലനിൽക്കുന്ന അതിശ്രേഷ്ഠനാകുന്ന ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നതായ അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനില്ലേ, ആ പടച്ചറപ്പുമായിട്ട് സംസാരിക്കാൻ തങ്ങൾക്കിത് അവസരം കിട്ടിയിരിക്കുകയാണ്. ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും താണ്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിക്കുകയാണ്. അഖ്തറേ ശാം की आती है फरक से आवाज, सजद करती है जिसे सहर वो है आज की रात, रखे एक गाम है हिम्मत के लिए अर्शे बरीन कह रही है ये मुसलमान से മിഅ്റാജ് की रात. ഒരു പകൽ ഏതൊരു രാത്രിക്ക് മുന്നിലാണോ സുജൂദ് ചെയ്യാൻ അർഹതപ്പെട്ടത്, അത് പരിശുദ്ധമായ മിഅ്റാജിന്റെ രാവാണ്. കാരണം കാരുണ്യത്തിന്റെ പ്രവാചകർക്ക് അല്ലാഹുവിനെ നേർക്കുനേരെ കാണാൻ അവസരം കിട്ടിയതാകുന്ന രാത്രിയാണത്. അല്ലാഹുവുമായിട്ടുള്ള സംഭാഷണമാണ്. വലഖദ് റആഹു നസലതൻ ഉഖറാ عند سدرة المنتهى عندها جنة المأوى عندها جنة المأوى. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവുമായി അടുത്തിരുന്നു കൊണ്ട് സംഭാഷണം നടത്തുകയാണ്. ആ സമയത്ത് നബിതങ്ങൾ കൊടുത്തതാകുന്ന വചനമാണ്, നബിതങ്ങൾ കൊടുത്തതാകുന്ന വർത്തമാനമാണ്. അത്തഹിയാത്തുൽ മുബാറകാതു അസ്സലവാതു ലില്ലാഹ്. അല്ലാഹുവിന് എല്ലാ തിരുമുൾ കാഴ്ചകളും സമർപ്പിച്ചപ്പോ അല്ലാഹു തിരിച്ചു പറഞ്ഞ വാക്യമാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിയേ നബിയേ, തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ എന്ന് അല്ലാഹു നേരിട്ട് നബി തങ്ങൾക്ക് സലാം പറയുകയാണ്. ഇതിനേക്കാൾ വലിയ നേട്ടം ഒരു മനുഷ്യന് കിട്ടാനുണ്ടോ? ഇതിനേക്കാൾ വലിയൊരു നേട്ടം ഒരു മനുഷ്യന് ലഭിക്കാനുണ്ടോ? സറൈത മിൻ ഹറമീ ലൈലൻ ഇലാ ഹറമീ കമാ സറൽ ബദ്റു ഫീ താജിൻ മിനൽ ളുലമീ. രാത്രിയിൽ നിന്ന് കുറഞ്ഞ സമയം പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ നിന്ന് പരിശുദ്ധ മസ്ജിദുൽ അഖ്സയിലേക്ക്, അവിടെ നിന്ന് ഖുബ്ബത്തു സഹ്റായിൽ നിന്ന് അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് രാത്രിയിൽ കുറഞ്ഞ സമയം കൊണ്ട് യാത്ര ചെയ്ത് അല്ലാഹുവിനോട് എല്ലാ തിരുമുൾ കാഴ്ചകളും സമർപ്പിച്ച് അല്ലാഹുവിനെ നേരിട്ട് കണ്ടുകൊണ്ട് സായുജ്യമണിഞ്ഞ നബിതങ്ങൾക്ക് അല്ലാഹു നൽകിയ സമ്മാനമാണ്
വഖത്ത് നമസ്കാരമെന്ന് പഠിക്കണേ. 50 വഖത്ത് നമസ്കാരം നൽകുകയാണ്. ആ നിസ്കാരവുമായിട്ട് നബി തങ്ങൾ ഇറങ്ങുമ്പോൾ ആറാൻ ആകാശത്ത് നിൽക്കുന്ന മൂസാ നബി അലൈഹിസ്സലാം ഇടപെടുകയാണ്. 9 പ്രാവശ്യം തിരിച്ച് മടക്കിയേച്ചു എന്ന് ഹദീസിൽ കാണാം. 9 പ്രാവശ്യം പോവുകയും ഓരോ വട്ടം 5 വട്ടമായിട്ട് 5 വഖത്ത് നമസ്കാരം വീതം കുറച്ചു കൊണ്ടുവന്ന് അവസാനം 5 വഖത്താക്കി ചുരുക്കി കൊണ്ടുവരുമ്പോഴും മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു അത്രേ, ഇതുമായിട്ട് ഉമ്മത്തിലേക്ക് പോകരുത്, ഞാൻ ഇസ്രായേലി സമൂഹത്തെ പരീക്ഷിച്ചവനാണ്, ഇതവർ ചെയ്യുകയില്ല എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറയുമ്പോ ഞാൻ എൻ്റെ റബ്ബിന്റെ മുന്നിൽ ഇനിയും പോകാൻ മടിക്കുന്നു. കാരണം ഓരോ പ്രാവശ്യം പോകുമ്പോഴും 5 വീതം അല്ലാഹു കുറയ്ക്കുകയാണ്. ഇനി ചെല്ലുമ്പോൾ ഈ 5 അല്ലാഹു എടുത്തു മാറ്റിയെങ്കിലോ എന്ന് ഞാൻ വല്ലാതെ ഭയക്കുന്നു, ലജ്ജയാണെന്ന് പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് വന്നിട്ട് പറയുകയാണ്, സഹാബ മൻ സർറഹു അയ്യൽഖല്ലാഹ അസ്സ വജല്ല. ഞാൻ കണ്ടതുപോലെ പൂർണ്ണ ചന്ദ്രനെ 14-ാം രാവിൽ പൂർണ്ണ ചന്ദ്രനെ എൻ്റെ കണ്ണുകൾ കൊണ്ട് ദർശിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തമായി കൃത്യമായി അല്ലാഹുവിനെ കാണണോ? അങ്ങനെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കണോ? ഫല്യുഹാഫിള് അലസ്സലവാതിൽ ഖംസ. ഈ 5 വഖത്ത് നമസ്കാരം ഒന്ന് മുറുകെ പിടിക്കണേ. നബിയുനാ റസൂലുള്ളാഹി ഈ 5 വഖത്ത് നിസ്കാരം മുറുപോലെ മുറുകെ പിടിച്ചാൽ നിങ്ങൾ അല്ലാഹുവിനെ കാണും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഇസ്രാ മിഅ്റാജിലൂടെ കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമാകുന്ന നിസ്കാരം, ആ നിസ്കാരം വെറുതെ കളയാനുള്ളതല്ല, അള്ളാഹുവിനെ കാണാനുള്ളതാകുന്ന ഇബാദത്താണ്. ഈ ലോകത്ത് അള്ളാഹുവിനെ കാണലാണ് യഥാർത്ഥ മുഅ്മിൻ ആശിക്കേണ്ടത്. മനസ്സിലായിക്കോ? ഫലാ മഖ്സൂദുഹും ജന്നാതു അദ്നിൻ വലൽ ഹൂറു വലൽ ഖിയാമ. അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഔലിയാക്കൾ, നല്ല മഹത്തുക്കൾ, സാലിഹീങ്ങളായ ആളുകൾ, അവരുടെ ഉദ്ദേശം സ്വർഗമോ ഹൂറുലീങ്ങളോ അല്ലെങ്കിൽ സ്വർഗത്തിലൊരു 2 മണിമാളിക ഒന്നുമല്ല. കാരണം സ്വർഗം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹ് സൃഷ്ടിച്ച ഒരു സാധനമാണ്. നമ്മളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ കാണാൻ കൊതിക്കുന്നതിൽ യാതൊരു അതിശയോക്തിയും ഇല്ല. ഉണ്ടോ? ബുദ്ധി കൊണ്ട് ചിന്തിക്കും. ഉണ്ടോ? ഇല്ല. എടാ, അള്ളാഹു നമ്മളെ പടച്ചതുപോലെ തന്നെ അള്ളാഹു പടച്ച മറ്റൊരു സൃഷ്ടിയാണ് ഇത് സ്വർഗം. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ കിട്ടാൻ വേണ്ടി എന്തിനു ഓടുന്നു? സൃഷ്ടി ഓടേണ്ടത് ബുദ്ധി ഉണ്ടെങ്കിൽ ആരെ കിട്ടാനാണ്? സൃഷ്ടാവാകുന്ന അള്ളാഹുവിനെ കിട്ടാനാണ്. ഈ സ്വർഗത്തെ പടച്ച സൗന്ദര്യ സ്വരൂപനാകുന്ന ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് സമ്മാനിച്ച സൗന്ദര്യ വ്യക്തിത്വമാകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പടച്ച കർണാനന്തരകമാകുന്ന പാർക്കുകളും മാളുകളും നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഏറ്റവും വലിയ മനോഹരമായി നമ്മൾ ഇന്റീരിയർ ഡിസൈനിങ് ആയി കാണുന്ന വലിയ വലിയ മണിമാടുകളുമൊക്കെ ഈ ലോകത്തിന് സമ്മാനിച്ച, ഹരിതാപമാകുന്ന ഈ ഭൂമിയെ ലോകത്തിന് സമ്മാനിച്ച അള്ളാഹു എത്ര സുന്ദരനാണ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. റബ്ബ് എത്ര സുന്ദരനാണ്. അപ്പൊ സൃഷ്ടികളാകുന്ന നമ്മൾ ആരെ കാണാനാണ് ഓടേണ്ടത്? അള്ളാഹുവിനെ കാണാനാണ്. അള്ളാഹുവിനെ കാണണോ? മൻ സറഹു അയ്യൽഖല്ലാഹ അസ്സ വജല്ല ഫല്യുഹാഫിൽ അലസ്സലവാതിൽ ഖംസ ശഫീഉനാ റസൂലുള്ളാഹി. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. അള്ളാഹുവിനെ കാണാനാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, അത് കണ്ടുകൊണ്ട് സന്തോഷിക്കാനാണ് ഈ സദസ്സിലുള്ള വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ആവേശമെങ്കിൽ, 5 വഖത്ത് നിസ്കാരം നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മിഅ്റാജിന്റെ സന്ദേശം അതാണ്. അള്ളാഹുവിനെ കാണലാണ് ഏറ്റവും വലുത്. ലിഖാഉല്ലാഹി തബാറക വ തആല, റബ്ബിനെ കാണുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. അള്ളാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇതാണ് മിഅ്റാജിന്റെയും ഇസ്രാഇന്റെയും ഒരു രത്നച്ചുരുക്കം. ഇതിനിടയിൽ പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ യാത്രയുടെ ഒരു രത്നച്ചുരുക്കമാണ് ഈ പറഞ്ഞത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലാ തദഅ ഫീനാ ശഖിയൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങളിൽ പരാജയത്തിലാകുന്ന ആളുകളെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുതേ അല്ലാ. നിന്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരമാക്കപ്പെട്ട ആളുകളെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത് അല്ലാ. അത്തരക്കാരെ ഞങ്ങളിൽ ഉൾപ്പെടുത്തരുത്.
നിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് വിദൂരമാക്കപ്പെട്ടു പോയവർ. ഫഖാലൂ, സ്വഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുകയാണ്, വമനിശഖിയുൽ മഹ്റൂമു യാ ഹബീബല്ലാഹ്, ആരാണ് നബിയേ പരാജയത്തിന്റെ പടുകുഴിയിൽ അകപ്പെട്ടു പോയതാകുന്ന വ്യക്തി ആരാണ്? കാരുണ്യത്തെ തൊട്ട് വിദൂരമാക്കപ്പെട്ടു പോയ വ്യക്തി ആരാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ താരിഖുസ് സ്വലാ, നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഏതൊരു സഹോദരനുണ്ടോ, അതിനെ ലാഘവത്തോടുകൂടി കാണുന്ന ഏതൊരു സഹോദരിയുണ്ടോ, അവരിൽ പെട്ടവർ എന്നിൽ ഉൾപ്പെടുത്തരുത് എന്ന് ഞാൻ ദുആ ചെയ്തത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും പരാജയത്തിന്റെ പടുകുഴിയിൽ അകപ്പെട്ടു പോയവരാണ് നിസ്കാരം ഉപേക്ഷിച്ച് നടക്കുന്നവരെ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്ന് എത്രയോ ആളുകൾ ഇതൊക്കെ നിസാരവൽക്കരിക്കാൻ, കൗമാരപ്രായമുള്ളതാകുന്ന സഹോദര സഹോദരിമാർ രാവിലെ ബാഗും തൂക്കി ഇറങ്ങുകയാണ് കോളേജിലേക്ക്. സുബൈ നിസ്കരിച്ചിട്ടുണ്ടാവും, ളുഹറും അസ്റും എവിടെ? ഈ അടുത്തൊരു വീഡിയോ കണ്ടു, സ്കൂളിൻ്റെ തന്നെ ഒരു ഭാഗത്ത് ക്ലാസ് റൂമിൽ നിസ്കരിക്കുന്നതാകുന്ന പെൺകുട്ടികളുടെ വീഡിയോ. മാഷാ അല്ലാഹ്, ഖൈറാണ്, അള്ളാഹു കബൂലാക്കട്ടെ. അങ്ങനെ വേണമല്ലോ, നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരാണ്. ആളെ കാണിക്കാനും റീൽസിന് വേണ്ടിയും കൊട്ടിഘോഷിക്കാനും വേണ്ടിയല്ല, അള്ളാഹുമായിട്ടുള്ള ഇബാദത്ത് രഹസ്യ ഇബാദത്താണ്. അത് രഹസ്യമായി കൃത്യമായി നടത്തുന്നവർക്ക് തീർച്ചയായും വലിയ വിജയമുണ്ടാകും, വമ്പിച്ച വിജയമുണ്ടാകും. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അങ്ങനെ നിസ്കരിക്കുന്ന, നിസ്കാര ചിട്ടവെക്കുന്ന എത്രയോ സാലിഹത്തുകളാകുന്ന സഹോദരിമാരുണ്ട്. +2 പഠിക്കുന്ന മക്കൾ, BA പഠിക്കുന്ന മക്കൾ, MA പഠിക്കുന്ന മക്കൾ, നമസ്കാരങ്ങൾ ചിട്ടയാണ്. പക്ഷേ മറ്റു പലരും രാവിലെ പോകുന്നു, പിന്നെ അവരുടെ നമസ്കാരം ളുഹറും ഇല്ല, അസ്റും ഇല്ല. മഗ്രിബ് നിസ്കരിച്ചാൽ നിസ്കരിച്ചു, അത് തന്നെ ആരെങ്കിലും 10 വട്ടം പറയണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പുതിയ തലമുറയോട് നന്മ കൊണ്ടുള്ള കൽപ്പനയില്ല, തിന്മ കൊണ്ടുള്ള വിരോധനയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ 1400 വർഷം മുമ്പ് ആശങ്കപ്പെട്ടത് ഇന്ന് ശരിയാണ്. മോനെ നിസ്കരിക്കുന്നു എന്ന് പറയാൻ വാപ്പയും ഉമ്മയും തയ്യാറാകാത്ത യുഗം. നീ നിന്റെ കുടുംബത്തോട്, ഭാര്യയോട്, മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. അതിന്മേൽ പരിപൂർണമായ ക്ഷമ അവലംബിച്ച് നിലകൊള്ളണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. 3 കാര്യങ്ങളാണ് അല്ലാഹു എടുത്തു പറയുന്നത്. നിങ്ങൾക്ക് സമ്പത്ത് വേണോ, സന്താനം വേണോ, നിങ്ങൾക്ക് ജീവിതത്തിന്റെ ഉപാധികൾ അല്ലാഹു അടുപ്പിച്ചു തരണോ, റിസ്ക് നിങ്ങൾക്ക് വിശാലമാക്കണോ. റിസ്ക് എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണം മാത്രമല്ല, വീട്, വാഹനം, വസ്ത്രം എന്ന് വേണ്ട എല്ലാ വിഭവങ്ങൾക്കും കൂടി ചേർത്ത് പറയുന്നതാണ് റിസ്ക് എന്ന പദം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു, ലാ നസ്അലുക റിസ്ഖ, നിങ്ങളോട് നാം വിഭവങ്ങളെ തേടുന്നില്ല. നിങ്ങൾക്ക് വീട് വേണോ, വാഹനം വേണോ, വസ്ത്രം വേണോ, ഭക്ഷണം വേണോ, ഒക്കെ ഞാൻ തരാം. എന്ത് ചെയ്യാന്നാൽ മതി? വഅ്മുർ അഹ്ലക ബിസ്സലാ, നിങ്ങളുടെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും നിങ്ങൾ നിസ്കരിക്കുകയും വേണം. ലാ നസ്അലുക റിസ്ഖൻ, നിങ്ങളോട് നാം റിസ്ക്കിനെ തേടുന്നില്ല. നഹ്നു നർസുഖുക, നാമാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്. വീട്, വാഹനം, വസ്ത്രം, ഭക്ഷണം ഒക്കെ വേണോ, നാം തരാം, റെഡിയാണ്. നിങ്ങൾ നിസ്കരിക്കണം, കറക്റ്റായിട്ട് നിസ്കരിക്കണം. അല്ലാഹു പറയാ. മാത്രമല്ല വൽ ആഖിബതു ലിത്തഖ്വാ, ഈ നിസ്കാരം നിലനിർത്തുന്നവൻ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവൻ, അവന്റെ അന്ത്യം നന്നാവുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 5 വഖത്ത് ജമാഅത്ത് ശീലിക്കുന്ന പുരുഷന്മാർ, അവ്വൽ വഖത്തിൽ നമസ്കരിക്കുന്ന സഹോദരിമാർ, ആഖിബത്ത് നന്നാവും. കള്ളുകുടിക്കുന്ന ചെറുപ്പക്കാർ, ലഹരി മുക്ത ജീവിതം നയിക്കാൻ നിസ്കാരം കൊണ്ട് സാധിക്കും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാം മ്ലേച്ഛമാകുന്ന സ്വഭാവ വൈകൃഷ്യങ്ങളിൽ നിന്ന് പരിപൂർണമായി നിസ്കാരം അവനെ തടയുന്നതാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. കള്ള് കുടിക്കുന്നവരെ, വ്യഭിചരിക്കുന്നവരെ, സിനിമ കാണുന്നവരെ, സീരിയൽ ദർശിക്കുന്നവരെ, ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ, കാതുകളെ, ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരാ, സോദരാ, 5 വഖത്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കണേ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി, എല്ലാ മ്ലേച്ഛതയിൽ നിന്നും, എല്ലാ വിരോധമാക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നിസ്കാരം നിങ്ങളെ തടയിടാൻ കാരണമാകുമെന്ന് വിശുദ്ധമായ ഖുർആൻ. എല്ലാ മ്ലേച്ഛതയിൽ നിന്നും അല്ലാഹു തടയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്ന് പുതിയ തലമുറ എങ്ങോട്ടാണ്?
മക്കളെ ഉപദേശിക്കാൻ പറ്റൂല. അധ്യാപകർ പ്രിയപ്പെട്ടതാകുന്ന വിദ്യാർത്ഥികൾ ഉപദേശിക്കുമ്പോൾ അവന്റെ മൊബൈൽ ഒന്ന് വാങ്ങിച്ചു വെച്ചതിന്റെ പേരിൽ അധ്യാപകന്റെ പേരിൽ മെക്കിട്ട് കയറുന്ന, നീ പുറത്തിറങ്ങുമ്പോൾ നിന്നെ കാണിച്ചു തരാം, നിന്നെ ഇല്ലാതാക്കുമെന്ന് പരസ്യമായി പറയുന്ന മക്കളുള്ള കാലഘട്ടം. സ്വന്തം ഉമ്മയെ ജനിപ്പിച്ചതിന്റെ പേരിൽ ലഹരി പരിപൂർണമായി കുടിച്ചു തീർത്തിട്ട് ഉമ്മയെ വെട്ടി കൊലപ്പെടുത്തിയിട്ട് എനിക്ക് ജന്മം നൽകിയതിന്റെ പേരിലാണ് ഈ മാതാവിനെ ഞാൻ കൊന്നത് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന പുതിയ തലമുറയുടെ കാലഘട്ടം. പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കാണാൻ വേണ്ടി ക്ലാസ് കട്ട് ചെയ്യാതെ കോളേജ് മുറിയുടെ അകത്തളത്തിൽ കയറിയിരുന്ന് കഞ്ചാവും ഡ്രഗ്സും ഒക്കെ അടിച്ചിരുന്ന് അവരുടെ പൊക്കിൾ കുഴിയിലേക്ക് നോക്കിയിരിക്കുന്നതാകുന്ന യുവാക്കളുള്ളതാകുന്ന കാലഘട്ടം. ഈ രീതിയിൽ വിദ്യാഭ്യാസത്തിന്റെ തലങ്ങൾ മാറിയ കാലഘട്ടം. പഠിപ്പിക്കുന്ന ടീച്ചറെ ലൈനടിക്കാൻ വേണ്ടി നിലകൊള്ളുന്നതാകുന്ന യുവാക്കളുള്ള കാലഘട്ടം. അള്ളാഹു നമ്മുടെ മക്കളെ കാത്ത് സംരക്ഷിക്കട്ടെ. എവിടേക്കാണ് പോകുന്നത്? അള്ളാഹു ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ലഹരി വല്ലാതെ കൂടി വരുകയാണ്. ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗങ്ങൾ വല്ലാതെ കൂടി വരുകയാണ്. ഗവൺമെന്റ് നിരോധിച്ച ഈ സിഗരറ്റ്, ഇലക്ട്രിക് സിഗരറ്റ്, ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ബാനാണ് ഇലക്ട്രിക് സിഗരറ്റുകൾ. ഇന്ന് ചെറുപ്പക്കാരായ ആളുകൾ +1-നും +2-നും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അതും കത്തിച്ചുകൊണ്ട് നടക്കുകയാണ്. 6 മാസം 4 മാസം അവൻ്റെ ഉപയോഗത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ മക്കളുടെ ഉപയോഗമാണെങ്കിൽ 1 മാസം മതി, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് സാധനം തീരും. അത്രത്തോളം ഇരുന്ന് വല്യുപ്പ കട്ടൻ പീടി അടിക്കുന്നു, മക്കളിതാ നല്ല കഞ്ചാവ് അടിച്ച് നടക്കുന്നു. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ. MDMA-യും LSD-യും ഒക്കെ ഉപയോഗിക്കാൻ ചെറിയ പഞ്ചസാര തരി പോലെയുള്ള ഈ സാധനം നാവിനടിയിലേക്ക് വെച്ചാൽ നഊദുബില്ലാ ഒരു 48 മണിക്കൂറിനുള്ളിൽ അവൻ അതിന് അഡിക്റ്റ് ആവുകയാണ്. 2 ദിവസം കൊണ്ട് അവൻ അഡിക്റ്റ് ആവുകയാണ്. പിന്നെ അത് കിട്ടാതെ വന്നാൽ ഉമ്മയെ കൊല്ലും, വാപ്പയെ വെട്ടും, ഉമ്മയെ വ്യഭിചരിക്കും, എന്ത് ബഹളം ഉണ്ടാക്കും. ഉമ്മയുടെ മാല കൊണ്ടുപോയി പണയം വെക്കാനും തയ്യാറാകും. സ്വന്തം ഉമ്മയുടെ വേണേ കടയെ കൊണ്ട് വിൽക്കും, വള മോഷ്ടിക്കും, സ്വന്തം വാപ്പയുടെ പോക്കറ്റിരുന്ന് പണം മോഷ്ടിക്കാൻ തയ്യാറാവും. കാരണം ഈ സാധനം വാങ്ങണം. നിങ്ങൾ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിലൂടെ MDMA ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ സാധാരണക്കാരല്ല, വലിയ MBBS ബിരുദധാരികളായ ആളുകൾ പോലും അത് ഉപയോഗിക്കാൻ. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് മെഡിക്കൽ വിദ്യാർത്ഥികളെ പിടിച്ചു. MBBS കഴിഞ്ഞവരാണ്, ഹൗസ് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നതാകുന്ന, ഡോക്ടറേറ്റ് നേടിയതാകുന്ന ഒരു വ്യക്തിയാണ്. പേര് മുസ്ലിമിൻ്റെതാണ്. ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് എൻ്റെ കൂട്ടുകാർ മുഴുവനും ഇത് അടിച്ചാണ്. 10-15 പേരിങ്ങനെ എണ്ണി പറയുന്നു. അതൊക്കെ നമ്മുടെ കൗമിൻ്റെ പേരാണ്, ഒക്കെ MBBS കഴിഞ്ഞതാണ്. ഇവരൊക്കെയാണ് നാളത്തെ ഡോക്ടർമാർ. ലഹരി കുടിച്ച് ക്യാൻസർ ബാധിച്ച ആളുകളെ ചികിത്സിക്കേണ്ട ആളുകൾക്ക് തന്നെ നേരത്തെ തന്നെ ലഹരിയാണ് എങ്കിൽ എങ്ങനെ ഈ ചികിത്സയുടെ ലോകം എത്തിച്ചേരും? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. കോട്ടയം ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ ഒരു സേഫ്റ്റി പിൻ ഒരാൾ വിഴുങ്ങി. സേഫ്റ്റി പിൻ അറിയില്ലേ? ഈ സേഫ്റ്റി പിൻ ഒരാൾ വിഴുങ്ങിയിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. കാരണം എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഈ സാധനം തുറന്നിരിക്കുകയാണ്. ഇതിനി അവിടെ എവിടെയും കുത്തിക്കൊള്ളണ്ട എന്ന് കരുതി അവർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്തെടുക്കാൻ. അവസാനം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടും വേദന മാറുന്നില്ല, വേദന കൂടി. അവസാനം എന്തായി, വീണ്ടും കൊണ്ടുവന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിനുള്ളിൽ എന്തൊക്കെയോ സാധനം ഇരിപ്പുണ്ട്. ഇതെടുത്തിട്ടുണ്ട്. അവസാനം വയറ് കീറി നോക്കിയപ്പോൾ കണ്ടത് ഓപ്പറേഷൻ ചെയ്തതാകുന്ന ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഗ്ലൗസും സാധനവും മുസല്ല അടക്കം അതിനകത്ത് വെച്ചിരിക്കുക. അതിൻ്റെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുന്നിക്കെട്ടി സേഫ്റ്റി പിൻ എടുത്തു കൊടുത്തു. കാരണം എന്താ, സാധനം അടിച്ചിട്ട് നിൽക്കുക, അല്ല കവട്ട അടിച്ചാൽ നിൽക്കുന്നത്. ഇതാണ് കോട്ടയം കോളേജ് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്.